സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. സ്വന്തം അന്തസാര ശൂന്യത സ്വയം പ്രകടമാക്കുന്ന ജന്മനാടെന്ന അഭിധാനം പേറുന്ന മുഖ്യധാരാ ചാനലിനെ, അത്തരം ചാനലുകൾക്കും അവതാരകർക്കും സഹതാപം നിറഞ്ഞ അഭിവാദ്യം. മലയോര കർഷകർക്ക് വേണ്ടിയും പിന്നീട് മണിപ്പൂരിലെ പീഡിത ക്രൈസ്തവർക്ക് വേണ്ടിയും സംസാരിച്ചതിനെ മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെ പരിഹസിക്കാനല്ലാതെ എന്തു ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നു? മാധ്യമ മഹാശക്തി ഉപയോഗിച്ച് പീഡിത വിഭാഗത്തിനു വേണ്ടി ഏത് അധികാര കേന്ദ്രത്തെ ചലിപ്പിക്കാനാണ് നിങ്ങൾക്കാകുക? ഇല്ലാത്ത കരുത്തിൻ്റെ നാട്യത്തിലും വല്ലാത്ത പ്രവണതകളുടെ ശീലക്കേടുകളിലും കഴിഞ്ഞുകൂടാനല്ലാതെ ആവശ്യങ്ങളുള്ളവരെ മുൻവിധിയില്ലാതെ മനസ്സിലാക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നോ? മലയോര കർഷകർ നേരിട്ട ഒരുപടി പ്രതിസന്ധികളെക്കുറിച്ച് നിങ്ങൾക്കും അറിയാം. കൃത്രിമ റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം കുറച്ചത്, വന്യമൃഗ ഭീഷണി, ബഫർ സോൺ പ്രതിസന്ധി, കടക്കണിയും ജപ്തിയും, റബ്ബർ വിലയിടിവ് എന്നിങ്ങനെ പലതും. കർഷകരുടെ നട്ടെല്ലൊടിച്ച റബ്ബർ വിലയിടിവിൻ്റെ തീവ്രതയും നിങ്ങൾക്കറിയാം. ആ വിലയിടിവ് കൊണ്ട് കൊഴുക്കുന്ന ടയർ ലോബിയെക്കുറിച്ചും അവർക്ക് വേണ്ടി നയവും നടപടികളും നിശ്ചയിച്ചവരെക്കുറിച്ചും നിങ്ങൾക്കറിയാം. അതേ വഴിയെ തന്നെയാണ് മോദി സർക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോക്കിനെ മാറ്റം വരുത്താൻ തയ്യാറാകുമോ എന്നത് മോദി സർക്കാരിനോടുള്ള വെല്ലുവിളി തന്നെയാണ്. അങ്ങനെയൊരു വെല്ലുവിളിയാണ് കർഷകർക്ക് വേണ്ടി അവരുടെ കൂട്ടായ ഹിതപ്രകാരം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അവതരിപ്പിച്ചത്. അന്നും ഇന്നും കേരളത്തിലെ കർഷകരെ അറിയുന്നവരുടെ മുൻപിൽ വിലയിടവും മറ്റും മാറ്റമില്ലാത്ത മുഖ്യ പ്രതിസന്ധികൾ. അതിൽ റബ്ബർ വില ആവശ്യത്തെ മാത്രം വോട്ടു കച്ചവടമെന്ന് വ്യാഖ്യാനിച്ച് ഉയർത്തിപ്പിടിച്ചത് നീചകൗശലം. മോദി അടക്കം നേതാക്കളുടെ സൗഹൃദ മുഖം മുൻവിധിയില്ലാതെ വിശ്വസിച്ചുകൊണ്ടാണ് സൗഹൃദ സൂചനയിൽ തന്നെ മാർ പാംബ്ലാനി അത് പറഞ്ഞത്. പലവട്ടമായി രാജ്യം ഭരിക്കുന്ന കക്ഷിയോടും നേതാവിനോടും അയിത്തമില്ലെന്ന് അങ്ങനെയൊരു വിശ്വാസത്താൽ പറഞ്ഞതിൽ പരിഹാസ്യമായി എന്താണ് ഉള്ളത്? ആ സാഹചര്യം ഇല്ലെന്ന് വന്നാൽ കൂടി റബ്ബർ വില ഉയർത്തുക എന്നതടക്കം കർഷകരുടെ വെല്ലുവിളി ഇപ്പോഴും സാധുവായി നിലനിൽക്കുന്നുണ്ടെന്ന് ചാനൽ പ്രഭുക്കളെ ഓർമ്മിപ്പിക്കട്ടെ. മാർ പാംബ്ലാനിയുടെ വാക്കുകളെ കൈമാറ്റ കച്ചവടമെന്ന് ചിത്രീകരിച്ച് സായുജ്യമടയാൻ ചാനലുകൾ ഏറെ സമയം ചെലവിട്ടു. കേരളത്തിലെ കത്തോലിക്ക സഭാധ്യക്ഷന്മാരുടെ ശിരസുകൾ മോദി സർക്കാരിനെ പണയം വെച്ചിരിക്കുന്നു എന്നാക്ഷേപിക്കാൻ പലരും രംഗത്ത് വന്നു. അതിനവർ അധിക്ഷേപകരമായ പല ന്യായങ്ങളും സഭാധ്യക്ഷന്മാർക്കെതിരെ ഉയർത്തി. പക്ഷെ മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയും വംശീയ ഉന്മൂലനവും തിരിച്ചറിഞ്ഞ് മോദിയെയും സർക്കാരിനെയും ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനിയും ക്രൈസ്തവ സഭാധ്യക്ഷന്മാരും വിമർശിച്ചത് ദുഷ്പ്രചരണത്തിന് വിരുദ്ധമായി അതിൻ്റെ ജാള്യം തീർക്കാനാകണം മാർ പാംബ്ലാനി കളം മാറി ചവിട്ടുന്നു എന്ന് പരിഹസിച്ച് ചിലർ തൃപ്തിപ്പെടുന്നത്. ഇടംകാൽ വച്ചാലും വലംകാൽ വച്ചാലും മൂന്നാമുറ എടുക്കുന്ന മിമിക്രി പോലീസ് വേഷങ്ങളെപ്പോലെ മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ശരിയായ നിഗമനത്തിലെത്തുവാൻ കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വവും സമൂഹവും വൈകി എന്നത് വലിയ സത്യം. അതിൻ്റെ കാരണം മണിപ്പൂരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ പരിമിതി. രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പോര് എന്ന ആദ്യ വിവരണത്തിനപ്പുറം വിശദാംശങ്ങൾ വെളിപ്പെടാത്ത അവസ്ഥയായിരുന്നു അന്ന്. ആ ഏറ്റുമുട്ടലിലോ ആക്രമണത്തിലോ ക്രൈസ്തവർ കൊല്ലപ്പെട്ടു എന്നറിയുമ്പോഴും വംശീയ ഉന്മൂലനത്തിൻ്റെയോ ക്രൈസ്തവ വേട്ടയുടെയോ സ്വഭാവമുണ്ടെന്ന് വ്യക്തമായിരുന്നില്ല. ഒരു കാരണം മണിപ്പൂരിൻ്റെ ദുർഗമ്യത, ഒപ്പം പുറത്തു വന്നതൊക്കെ ഗോത്ര തർക്കം മാത്രമെന്ന ചിത്രം. മതം കലർത്തി കലാപം പടരാതിരിക്കാനുള്ള കരുതലിനേക്കാൾ സത്യം മൂടിപ്പിക്കലായിരുന്നു അതെന്ന് പിന്നീട് മാത്രമേ വെളിപ്പെട്ടുള്ളൂ. അതുകൊണ്ടാണ് ചാടിക്കയറി അതൊരു ക്രൈസ്തവ വേട്ടയായി കണ്ട് പ്രതിഷേധിക്കാനോ ശബ്ദമുയർത്താനോ ആരും മുതിരാതിരുന്നതും. മണിപ്പൂരിലുണ്ടായിരുന്ന വൈദികരും കന്യാസ്ത്രീകളും പരിമിതമായി വിവരങ്ങൾ നൽകിയിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്ന് പോയ വൈദികരും ക്രൈസ്തവ സന്ദർശകരും കൂടുതൽ രൂക്ഷവും വിശദവുമായി ചിത്രം വെളിപ്പെടുത്തി. മാർ പാംബ്ലാനി പ്രതികരിച്ചത്
വ്യക്തമായ ധാരണ ലഭിച്ചതിനു ശേഷം ആസൂത്രിത ക്രൈസ്തവ വേട്ടയെന്ന് വിശദമായി കേരള സമൂഹത്തെ ധരിപ്പിച്ചത് കേരളത്തിലെ ചാനൽ അവതാരങ്ങളല്ല, ക്രൈസ്തവ വൈദികരും ക്രൈസ്തവ സന്ദർശകരും, ചുരുക്കം ക്രൈസ്തവ ജേർണലിസ്റ്റുകളും. മാർ പ്ലാംബ്ലാനി പിതാവിനെ പരിഹസിക്കുന്ന ചാനലിനോട് ഒരു ചോദ്യമേ ഉള്ളൂ. മണിപ്പൂരിലെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച്, ക്രൈസ്തവ വേട്ടയുടെ ഭീകരതയെക്കുറിച്ച് കൃത്യമായ കണക്കും വിവരണവും സഹിതം കേരള സമൂഹത്തെ ധരിപ്പിക്കാൻ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിട്ട് പോരെ പരിഹസിക്കൽ. ചാനലുകളുടെ ഇരട്ടത്താപ്പും അന്തസ്സാര ശൂന്യതയും ഇതുവരെ പറഞ്ഞെങ്കിൽ കനപ്പെട്ട വിഷയം മോദി സർക്കാരിൻ്റെ നിർദ്ധയമായ മൗനം തന്നെയാണ്. മണിപ്പൂരിൽ പെൺകുട്ടികൾ മാനഭംഗം ചെയ്യപ്പെടുകയും ആളുകൾ ചുട്ടരിക്കപ്പെടുകയും വരെ ചെയ്തിട്ടും തിരിഞ്ഞു നോക്കാത്ത കേന്ദ്ര സർക്കാർ ഭയം തോന്നിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ വിവേചനമില്ലാതെ സംരക്ഷിക്കപ്പെടുമെന്ന് ഇനി എന്തിൻ്റെ പേരിലാണ് കണ്ണടച്ച് ഉറപ്പിക്കാനാകുക? മണിപ്പൂരിനെ ക്രൈസ്തവ വിമുക്തമാക്കുവാൻ ആർക്കെങ്കിലും ലക്ഷ്യമില്ലെന്ന് എങ്ങനെ കരുതാനാകും? ഈ സാഹചര്യത്തിൽ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തിടുക്കവും ആശങ്കയുളവാക്കിയാൽ അത്ഭുതമില്ല. സാമാന്യമായി പറഞ്ഞാൽ ഏകീകൃത നിയമം സ്വീകാര്യമാണ്. എന്നാൽ ആ കോഡിലെ ഉദ്ദിഷ്ട വ്യവസ്ഥകളെക്കുറിച്ച് മതിയായ ധാരണ ലഭിക്കാതെ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് അതിനെ അംഗീകരിക്കുക? മറിഞ്ഞിരിക്കാവുന്ന കുഴപ്പങ്ങളുടെ സാധ്യത മനസ്സിലാക്കിയാണ് ആശങ്ക നീക്കി മാത്രമേ ഏകീകൃത പൗര നിയമം പാടുള്ളൂ എന്നും കൂടി മാർ പ്ലാംബ്ലാനി പിതാവിനെ പറയേണ്ടി വന്നത്. അത് ന്യായമായ നിലപാടാണ്. ന്യൂനപക്ഷങ്ങളെ അരക്ഷിതരാക്കുന്നതിന് എതിരായ നിലപാട്. കൃപാസനം VP ജോസഫ് അച്ഛൻ പറഞ്ഞതേ മിക്ക സാധാരണക്കാർക്കും പറയാനുണ്ടാകൂ. ദ്രോഹമുണ്ടായിട്ടുണ്ട്, എന്നാലും മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ന്യൂസ് ചാനൽ നിലനിൽക്കണം. ഷാജൻ സ്കറിയ പ്രവർത്തനം തുടരണം. ഇതിനു പകരം മറുനാടൻ തീരണം എന്ന് പറയുന്നവരും ആക്രോശിക്കുന്നവരും വേറെയുണ്ട്. തീർക്കാൻ ശ്രമിക്കുന്നവരും അവർ സാധാരണക്കാരല്ല. മറുനാടിനെ ഭയപ്പെടാൻ കാരണങ്ങളും വെറുക്കുന്ന ഉള്ളവും ഉള്ളവർ, ആക്രമിക്കപ്പെട്ടതിൻ്റെ പകയും വിദ്വേഷവും ഉള്ളവർ. ജോസഫ് അച്ഛനെ പോലുള്ളവർക്ക് ഇത് രണ്ടുമില്ല. പൂർണ്ണമായി യോജിച്ചിട്ടോ അവതരണങ്ങളെല്ലാം ശരിയെന്ന് വിശ്വസിച്ചിട്ടോ അല്ല ജോസഫ് അച്ഛനോ സാധാരണക്കാരോ മറുനാടൻ നിലനിൽക്കണമെന്ന് പറയുന്നത്. ഏതെങ്കിലും ഗൂഢ താല്പര്യക്കാരുടെ കൈകളിൽ അമർന്നു തീരേണ്ടതല്ല ആ ശബ്ദം എന്നതുകൊണ്ട്. ഒളിഞ്ഞോ തെളിഞ്ഞോ അത്തരക്കാർ കൂട്ടുചേർന്ന് നടത്തുന്ന നിര്യാതന നീക്കങ്ങൾക്ക് ഇരയായി കൂടാ എന്നതിനാൽ മറുനാടനെ ശ്രവിക്കുമ്പോൾ തന്നെയാണ് നിരവധി പേർ വിയോജിക്കുന്നതും. എല്ലാം തികഞ്ഞ മാധ്യമ പ്രവർത്തനമെന്ന് അവരിൽ ആരും പറയുന്നില്ല. മുൻവിധി, ധാരണ പിശക്, പക്ഷരഹിതമെന്ന് തെളിയിക്കാനുള്ള തിടുക്കം, വാസ്തവികത ഉറപ്പുവരുത്താതെയുള്ള കഠിന വിമർശനം, കടുത്ത വാക്പ്രയോഗങ്ങൾ, അങ്ങനെ പല ആക്ഷേപങ്ങളും അവർക്കുണ്ട്. എങ്കിൽ പോലും അവർ പറയില്ല മറുനാടൻ ദുഷ്ടലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്നു എന്ന്. ജനങ്ങൾ അറിയേണ്ട പലതും മുഖ്യധാര മാധ്യമങ്ങൾ അറിയിക്കാത്ത നിരവധി സത്യങ്ങൾ ആ ചാനൽ അറിയിക്കുന്നു. അപ്രിയവും അരോചകവുമായ യാഥാർത്ഥ്യങ്ങൾ മറുനാടൻ ഭയമില്ലാതെ വെളിച്ചത്താക്കുന്നു. അതിനാലാണ് ഏറെ പേരുടെ ശ്രദ്ധയും പ്രീതിയും. അതിൻ്റെ വെള്ളി രേഖകളെ മാത്രം മാനിച്ചാണ് ജോസഫ് അച്ഛൻ സ്വന്തം അനുഭവം അവഗണിച്ചും മറുനാടൻ മലയാളി ചാനലിൻ്റെയും ഷാജൻ സ്കറിയയുടെയും നിലനിൽപ്പ് ജനാധിപത്യ സമൂഹത്തിലെ അവകാശവും ആവശ്യവുമാണെന്ന് പറയുന്നത്. ആ ചാനലിനാൽ കഠിനമായി ആക്രമിക്കപ്പെട്ടയാളാണ് ജോസഫ് അച്ഛൻ. എന്നിട്ടും അച്ഛൻ മറുനാടിന് നിലനിൽപ്പ് ആശംസിക്കുന്നതിന് ചില സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, മറുനാടൻ്റെ എന്നല്ല ആരുടെയും വിമർശനം കൃപാസനത്തെയോ ജോസഫ് അച്ഛനെയോ തളർത്തുന്നില്ല. വൈദികരെയോ ക്രൈസ്തവ സ്ഥാപനങ്ങളെയോ തളർത്തുന്നില്ല. താനെന്ന സത്യത്തെയും തന്നെ നയിക്കുന്ന സത്യത്തെയും കുറിച്ച് അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമുണ്ട്. കൽപ്പിച്ചു കൂട്ടിയ തെറ്റ് തൻ്റെ മേൽ വെച്ചുകെട്ടി നടത്തിയ അധിക്ഷേപത്തിന് സത്യവുമായി വിദൂര ബന്ധം പോലുമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. സഹസ്രക്കണക്കിന് വിശ്വാസികൾക്കും മാത്രമല്ല
ദൈവം നിശ്ചയിക്കുന്ന നാൾ വരെ കൃപാസനത്തിന്റെ പ്രവർത്തനവും തൻ്റെ ദൗത്യവും താൻ ശുശ്രൂഷിക്കുന്ന ഭക്തിധാരയും മുന്നോട്ടു പോകുമെന്ന ഉറപ്പുമുണ്ട് അദ്ദേഹത്തിന്. അതൊരു മാധ്യമത്തിൻ്റെയും കയ്യിലൊതുങ്ങാത്ത ദൈവകൽപ്പിത പദ്ധതി എന്ന ഉറപ്പ്. 2, തന്നെ പോലെ വേറെയും പലരും ആക്ഷേപിക്കപ്പെട്ടെങ്കിലും മറുനാടൻ ചെയ്യുന്ന പല നന്മകളോടുമുള്ള മതിപ്പ്. ഇതര മാധ്യമങ്ങൾ അറിയിക്കാത്ത പല അനിഷ്ട സത്യങ്ങളും മറുനാടൻ പ്രീണനവും ഭീതിയുമില്ലാതെ സമൂഹത്തെ അറിയിക്കുന്നത്. 3, താൻ അധിക്ഷേപിക്കപ്പെട്ടതിന് പിന്നിൽ ചാനലിൻ്റെ മുൻവിധിയെയും ധാരണ പിശകുമല്ലാതെ ദുഷ്ടലക്ഷ്യങ്ങളോ ദുഷ്ടമനസ്സോ ഇല്ലെന്ന് കരുതാനുള്ള ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹീത ക്രൈസ്തവ മനസ്സ്. ഒപ്പം അദ്ദേഹമടക്കം വൈദികരെയോ ക്രൈസ്തവ സ്ഥാപനങ്ങളെയോ എത്ര അധിക്ഷേപിച്ചാലും ആരും ഹിംസിക്കാൻ വരില്ലെന്നും വർഗീയതയുടെ ആക്ഷേപം ഏൽക്കേണ്ടി വരില്ലെന്നും അവതാരകന് തീർച്ചയുമുണ്ടല്ലോ. പക്ഷേ സ്വന്തം സത്യത്തെക്കുറിച്ച് ജോസഫ് അച്ഛനുള്ളതുപോലെ ഉറപ്പില്ലാത്ത പലരും മറുനാടൻ ചാനലിനെ ഭയക്കുന്നു, വെറുക്കുന്നു. മുഖ്യ കാരണം സൈബറിടത്തെ ലീഡ് ചാനലിൽ ഒന്നായി വളർന്ന മറുനാടൻ്റെ വിപുലമായ റീച്ച്. പത്രങ്ങളും TV ചാനലുകളും ചേർന്ന മുഖ്യധാര മാധ്യമങ്ങളുടെ ബദൽധാരയായി 3ാം ചാലായി മാറിയ മറുനാടൻ നിമിത്തം തങ്ങളുടെ കപട അടിത്തറ ഇളകുമെന്ന പരിഭ്രമം. ആ വളർച്ച നേടാൻ പരദോഷ വിവരണം ആസ്വദിക്കുന്നവരുടെ തൃപ്തി ചാനൽ മാനദണ്ഡമാക്കിയപ്പോൾ തെറ്റായി ആക്രമിക്കപ്പെട്ട പലരുമുണ്ട്. ജോസഫ് അച്ഛനെ പോലെ, കൃപാസനത്തെ പോലെ പലയിടവും പ്രതിരോധിക്കാൻ നിവൃത്തിയില്ലാതെ മുറിപ്പെട്ടവരുമുണ്ട്. അബദ്ധവ്യാഖ്യാനങ്ങളുമുണ്ട്. ദൈവശാപം, ദൈവത്തിൻ്റെ ചതി, ക്രൂരത എന്നിവ പോലെ ചിലതിനെങ്കിലും ഫാദർ മൈക്കിൾ പനക്കലച്ചിനെ പോലെ പലരും സ്നേഹബുദ്ധിയ പലപ്പോഴും മറുപടി നൽകിയിട്ടുമുണ്ട്. ഇത്തരം സ്വാഭാവിക വ്യതിചലനങ്ങളെ കവിഞ്ഞു നിൽക്കുന്നതാണ് പലരുടെയും അതിക്രമങ്ങളും അന്യായങ്ങളും അഴിമതികളും വെളിച്ചത്തു കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ. രാഷ്ട്രീയ പ്രവർത്തകരുടെ പിശകുകൾ മാത്രമല്ല അവ. നിരത്തിലും ഓഫീസിലും സാധാരണക്കാർക്ക് നേരെ ഉണ്ടായ ഉദ്യോഗസ്ഥ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ചാനൽ സമൂഹത്തിന് നൽകിയ ആശ്വാസം തള്ളിപ്പറയാവുന്നതല്ല. മതിയായ വണ്ണം വാസ്തവികത ഉറപ്പിക്കാതെ റിപ്പോർട്ട് ചെയ്തെന്ന ആക്ഷേപമുള്ള വിഷയങ്ങൾ മറുനാടിന് സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയും നിയമപ്രശ്നവും അതതിൻ്റെ വഴിക്ക് വിടുന്നു. പക്ഷേ അവ മുന്നിലുള്ളപ്പോൾ ജോസഫ് അച്ഛൻ നൽകുന്ന ഉപദേശം മറുനാടനെ ഗുണകരമായേക്കാം. ഒരു തിരിഞ്ഞുനോട്ടം എന്നത് മുഖ്യമന്ത്രിയുടെ ഒരു നന്മയും പ്രധാനമന്ത്രിയുടെ ഒരു വീഴ്ചയും കാണാതെ പോകുന്ന മട്ടിലുള്ള റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് വസ്തുത മതിയായ വണ്ണം ബോധ്യപ്പെട്ട ശേഷം ആക്ഷേപമുയർത്തുക എന്നതിനെക്കുറിച്ച്, വേട്ടയാടൽ എന്ന് തോന്നിക്കുന്ന ശൈലിയെക്കുറിച്ച് നീതിക്കെന്നല്ല സ്വന്തം സുരക്ഷിതത്വത്തിന് തന്നെ അത് ആവശ്യമാണല്ലോ. പ്രത്യേകിച്ച് നിരവധി പേർ വീഴ്ത്താൻ തക്കം പാർത്തിരിക്കുമ്പോൾ. മറുനാടൻ്റേത് ശരിയായ മാധ്യമ പ്രവർത്തനമല്ലെന്ന് പഴിക്കുന്നവരോട് ഉവ്വെന്നും അല്ലെന്നും പറയേണ്ടി വരും. ഏതാണ് ശരിയായ മാധ്യമ പ്രവർത്തനം? കേവലം അറിയിപ്പുകളല്ലാത്ത നിരവധി വാർത്തകൾ സ്വന്തം താല്പര്യം നോക്കി പരസ്പര വിരുദ്ധമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഇട മുതൽ വലം വരെയുള്ള പത്രനിരയുടേതോ? അമ്മയെ തല്ലിയാലും 2 പക്ഷമാക്കി അന്തിച്ചർച്ച നടത്തുകയും മാധ്യമ വിചാരണയാൽ സത്യത്തെ കശാപ്പ് ചെയ്യുകയും ചെയ്യുന്ന ചാനൽ ഗണത്തിൻ്റെയോ? അവർ വെട്ടിപ്പിളർന്ന ഹൃദയങ്ങളുടെ കണക്ക് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? ഇത് അരാജകത്വത്തെ പിന്തുണയ്ക്കാനുള്ള ചോദ്യമല്ല. ക്ഷുദ്രജീവികളായ സൈബർ മാധ്യമങ്ങളെ ശരിവെക്കുകയുമല്ല. യൂട്യൂബ് മാധ്യമങ്ങൾക്ക് മിക്കപ്പോഴും ഉള്ളത് വാമൊഴിയുടെ അലകിളകിയ ശൈലിയാണ്. സ്വന്തം പരിധി അറിയാത്ത പ്രവണതകൾ. അതിന് നിശ്ചയമായും തിരുത്തൽ ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ ആക്രോശവും മുറവിളിയും മറുനാടിൻ്റെ നിലനിൽപ്പോ നിർഭയത്വമോ ഇല്ലാതാക്കാനാണെങ്കിൽ അവ പരാജയപ്പെടട്ടെ എന്നാണ് സാധാരണക്കാരും ജോസഫ് അച്ഛനോട് ചേർന്ന് പറയുക. കാരണം മറുനാടിനെ അവർ ആവശ്യമായി കാണുന്നു. കുറെ കൂടി ജാഗ്രതയുള്ള കാലിടറാത്തൊരു മറുനാടനെ. പരമ്പരാഗത പത്രസ്ഥാപനത്തിൽ പ്രവർത്തിച്ച് യോഗ്യതയും കഴിവും തെളിയിച്ച ജേർണലിസ്റ്റാണ് ഷാജൻ സ്കറിയ. അത് ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. എങ്കിലും ജോസഫ് അച്ഛൻ്റെ അനുഭവവും വാക്കുകളും സ്നേഹബുദ്ധിയ ഒരു തിരിഞ്ഞുനോട്ടം ഉപദേശിക്കുന്നുമുണ്ട്.
കാണാത്തതും കേൾക്കാത്തതും. അടുത്ത ആഴ്ച ഇതേ സമയം.